പറയുന്നത് പ്രകാരം അമേരിക്ക വേറെ വഴിക്ക്, ഇസ്രായേൽ വേറെ വഴിക്ക് എന്നാണ്. പക്ഷേ ഇസ്രായേലിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും കിട്ടുന്നുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ലെബനാനിലെ മേഖലയിൽ വലിയ രൂപത്തിൽ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ യഹിയ സാരി എന്ന് പറയുന്ന ഹൂത്തികളുടെ നേതാവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ നല്ല ശക്തമായിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഞങ്ങൾ ഇസ്രായേലിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു വാർത്ത. ജസ്റ്റിൻ ഡ്രോൺ അലേർട്ട് ഏലിയാറ്റ് പ്രോബ്ലം ഫ്രം യമൻ എന്ന് ഏലിയാറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം അത് പറയുകയും ചെയ്യുന്നുണ്ട്, അഥവാ ഓൺലൈൻ പോർട്ടൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കാര്യമായ അറ്റാക്ക് ഈ ലെബനാനിലേക്ക് അയക്കുമ്പം ഈ ഇസ്രായേലിനൊരു വിശ്വാസമുണ്ട്, ഏതായിരുന്നാലും അമേരിക്കയും ഇറാനും കൂടി നല്ല ഒരു ധാരണയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി ഇസ്രായേലിന് നേരെ ഇറാൻ തിരിയില്ല എന്ന ഒരു ബോധ്യമായിരുന്നു. പക്ഷേ അത് ഹൂത്തികളങ്ങ് മാറ്റിക്കൊടുത്തു. ഹൂത്തികൾ വലിയ നല്ല രൂപത്തിലുള്ള പ്രഖ്യാപനം നടത്തി അതിൻ്റെ പിന്നാലെ അറ്റാക്ക് ചെയ്ത ഇടങ്ങളാണ് ഈ കാണിക്കുന്നത്. ഏലിയാറ്റിലും അതിൻ്റെ മേഖലകളിലും ഒക്കെ നന്നായിട്ട് ഈ ഹൂത്തികൾ നല്ല ഒരു അറ്റാക്ക് നടത്തി അവരെ ഒന്ന് ശരിയാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ലെവലല്ല മറ്റൊരു ലെവലിൽ ഇസ്രായേൽ വലിയ രൂപത്തിൽ ആക്രമണം കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു ഹിസ്ബുള്ളയെ തുരുത്താം എന്ന പേരും പറഞ്ഞിട്ട് ലെബനാനെ മൊത്തമായിട്ട് സിവിലിയൻസൊക്കെ താമസിക്കുന്ന ഭാഗത്തു കൂടിയും ആക്രമണം അടിച്ചുവിടുന്നത്. അതിന് മറുപടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മറുപടി ഇറാൻ്റെ ഭാഗത്തു നിന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അത് ഇറാൻ്റെ ഭാഗത്ത് നിന്നാണെന്ന രൂപത്തിൽ തന്നെ യഹിയ സാരി പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം, ഞങ്ങളെ ശക്തമായ പിന്തുണ ഉള്ള കാലത്തോളം, അഥവാ ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ ഉള്ള കാലത്തോളം ഇസ്രായേലിന് ലെബനാനിലെ മക്കളെ തൊടാൻ കഴിയില്ല, അഥവാ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയെ തൊടാൻ കഴിയില്ല. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് നിങ്ങളിതിനെ വരവെക്കേണ്ടത്. അതിലപ്പുറം മറ്റൊന്നുമില്ല. ഇനിയും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ലെബനാൻ ആക്രമണം ഇറാൻ നടത്തുകയാണെങ്കിൽ അതിൽ വലിയ പ്രത്യാക്രമണങ്ങളൊക്കെ ഈ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഒരു സൂചന കൂടി കൊടുത്തു. അപ്പോൾ ഇതിൽ ഇസ്രായേൽ വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം അത്ര കണ്ടിട്ടുള്ള ഒരു ഉദ്ദേശം അമേരിക്ക ബന്ധം വഷളാക്കാൻ വേണ്ടി നിൽക്കില്ല, ഇറാൻ ഏതർത്ഥത്തിലും ക്ഷമിച്ചു നിൽക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ഒരു പരിക്കും പറ്റിക്കാത്ത രൂപത്തിൽ ഇസ്രായേലിനെ ഹൂത്തികളെ കൊണ്ട് അടുപ്പിച്ചിട്ടുള്ളത്. അത് നന്നായിട്ടുണ്ട് എന്നാണ് ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്കും പറയാനുള്ളത് അവിടെ തന്നെ കിട്ടണം. കാരണം ഇപ്പോൾ ഈ ഒരു അവസരം കിട്ടിയപ്പം ഈ പാവങ്ങളായിട്ടുള്ള മനുഷ്യരെ കൊന്നു തീർക്കാൻ വേണ്ടി ട്രാക്കുളയായിട്ടുള്ള ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വലിയൊരു തിരിച്ചടിയാണ് ഹൂത്തികളിൽ നിന്ന് കിട്ടിയത് എന്ന് വ്യക്തമാകുമ്പം നമുക്കതിൽ ആശ്വസിക്കാനുണ്ട്. കാരണം ഈ കിരാത രാജ്യത്തിൻ്റെ ഒരാളും അത്രമേൽ വാഴുന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഈ കാര്യത്തിൽ ഹൂത്തികൾ എടുത്ത സമീപനം വളരെ നല്ല ശ്ലാഘനീയമാണെന്ന് സമാധാനം ആഗ്രഹിക്കുന്ന ലോകമൊക്കെയും പറഞ്ഞു വെക്കുകയും ചെയ്തു. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ മാത്രമേ സിയോണിസ്റ്റ് ശക്തികൾ തകിടം മറിയുകയുള്ളൂ എന്നുള്ളത് ലോകം സാക്ഷിയായി കാത്തിരിക്കാം. ഇനി ഏതായിരുന്നാലും ട്രംപിന് ഈ ഇസ്രായേലിനെതിരെ ഇറാനെതിരെ തിരിയേണ്ടി വരുമോ, ഈ ഹൂത്തികൾക്കിടെ തിരിയേണ്ടി വരുമോ എന്നതൊക്കെ ട്രംപിൻ്റെ മനോനിലക്കനുസരിച്ചായിരിക്കും. കാരണം മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു മുതലാണ് ട്രംപ്.